ഇതെന്താ റാം? ജോലി ഉണ്ടെന്ന് കരുതി ഓഫീസുകാരെടുത്ത് കുട്ടികളെ കളിക്കുന്നോ? ഇന്ന് തന്നെ ഒന്നും മിണ്ടാൻ പാടില്ല. ഇത് ഞാൻ എന്റെ സിഹിമോക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന സർപ്രൈസാ. എന്തു പറയാനാ, നേരിട്ട് കാണ്. Come baby. സിഹി, ഹെലികോപ്റ്റർ ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടാൽ മതിയോ അതോ അകത്ത് കയറി കാണണോ? ഓക്കേ. സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ ഇനി മുഖം പുതുപൂവായി മനസാകയായി വിരിയുമ്പോൾ മഴവില്ല് പൂക്കുമ്പോൾ ഹൃദയവാതിലോരമായി നീ അവൾക്കും ഇതൊന്നും മനസ്സിലാവില്ല. നിനക്കും ബുദ്ധിയില്ലേ? അവൾ ഓരോന്ന് ചോദിക്കുന്നുണ്ടെന്ന് കരുതി ഇത്രയൊക്കെ ചെലവാക്കണോ? പൈസയുടെ വില അറിയില്ല നിനക്ക്? താനാ നോക്കി എന്റെ കുഞ്ഞു ഫ്രണ്ടിന്റെ മുഖത്ത് എന്തുമാത്രം സന്തോഷമാണ് നോക്കി. അതിനെന്തെങ്കിലും വിലയിടാൻ പറ്റുമോ? അതെപ്പോഴും ഇങ്ങനെ ഉണ്ടാവണം. മറ്റെന്തിനേക്കാളും ഞാൻ വിലമതിക്കുന്ന കാര്യം അത്.
ഹാപ്പിയായോ ഫ്രണ്ട്? ഒരുപാട് ഹാപ്പിയാ. ഇഷ്ടായോ ഹെലികോപ്റ്റർ സവാരി? ഫ്രണ്ട്, ഞാൻ ശരിക്കും ഫ്ലൈ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. എത്ര ഇഷ്ടായെന്ന് ചോദിച്ചാൽ ഇത്ര ഇഷ്ടായി. താങ്ക് യു ഫ്രണ്ട്. ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ നോ താങ്ക് യു നോ സോറി. ഓക്കെ? ഇത്ര വലിയ സർപ്രൈസ് തരുമ്പോ പറയാലോ. താങ്ക് യു ആൻഡ് ലവ് യു ഫ്രണ്ട്. ഐ ലവ് യു ടു. ഇതാ ലാസ്റ്റ്. ഇനി എങ്ങാനും ഉപവാസം നിരാഹാരം എന്നൊക്കെ പറഞ്ഞാ ഞാൻ ഇനി മിണ്ടാനേ വരില്ല. ഓക്കേ ഫ്രണ്ട്. കുട്ടി ഫ്രണ്ട് ഇപ്പൊ ഫുൾ ഹാപ്പി. എന്റെ ബിഗ് ഫ്രണ്ടിന്റെ മുഖത്ത് എന്താ ഒരു സ്മൈല് പോലും കാണുന്നില്ലല്ലോ. ഇതിനൊക്കെ ഓഫീസിൽ പോയിരുന്ന എന്താ പറയാ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. താനിപ്പോ ഒരു ചോദ്യം ചോദിക്കണ്ട. എന്റെ ഫ്രണ്ടിനെ കണ്ടില്ലേ? അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അല്ലേ ഫ്രണ്ട്? അവൾക്കിപ്പോ എന്നെക്കാട്ടിലും നിങ്ങളാ ഏറ്റവും ഫേവറേറ്റ്. തന്നെ ഒരിക്കലും അങ്ങനെ ആർക്കും റീപ്ലേസ് ചെയ്യാനൊന്നും കഴിയില്ലെന്നേ. പക്ഷെ എനിക്ക് നിന്നോട് നല്ലപോലെ കുശുമ്പുണ്ട്. അയ്യോ, അതെന്തിനാ? എന്നെക്കാട്ടിലും നീ അവളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് നിന്നെ പോലെ സ്നേഹം അത്ര കാണിക്കാൻ അറിയില്ല. അതെന്താന്നാ തനിക്ക് ഇതുവരെ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാന്ന് തോന്നുന്നു തനിക്ക് സ്നേഹമൊന്നും കാണിക്കാൻ അറിയാത്തത്. സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. ഇറ്റ്സ് ഓക്കേ. ഇനിയൊരു മാജിക് കാണിക്കട്ടെ? അപ്പു, മേമ, നിനക്ക് നിന്റെ അമ്മയെ ഓർമ്മ വന്നോടാ? അത് മേമയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ നിന്നെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാലും നീ എന്റെ മകനാ അപ്പു. നിന്റെ മനസ്സിലെ ചിന്തകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ലേടാ. ഇന്നെന്റെ അമ്മയുടെ ബർത്ത്ഡേ മേമ. അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആവില്ലെന്ന് എനിക്ക് തോന്നുക. അപ്പൊ നീ പറയുന്നതിന്റെ അർത്ഥം ഞാനുണ്ടായിട്ടും കാര്യമില്ലെന്ന്. ഒരു രാത്രി അമ്മയെ ഓർക്കാതെ ഞാൻ ഉറങ്ങാറേയില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ അമ്മ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര ഹാപ്പി ആയിരിക്കും എന്ന് ആലോചിക്കാതെ എനിക്ക് ഉറക്കം വരില്ല. നീ മാത്രമല്ല അപ്പു. വാണി ചേച്ചിയെ ഈ വീട്ടില് എല്ലാവരും തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ചേച്ചി ആലോചിച്ച് എത്ര കരഞ്ഞിട്ടുണ്ടെന്നറിയോ നിനക്ക്? ഞാനും വാണി ചേച്ചിയും ഒരു വയറ്റില് പിറന്നില്ലെന്നേ ഉള്ളൂടാ. പക്ഷേ അവൾ എന്റെ കൂടെ പിറന്നവളെക്കാളും മേലെയാണപ്പോ. എല്ലാ വർഷവും ചേച്ചിയുടെ ജന്മദിനത്തിൽ ഞാൻ അമ്പലത്തിൽ പോയി അവളുടെ പേരിൽ അർച്ചന ചെയ്ത് വരാറുണ്ട്. ഈ വർഷം അവളുടെ ജന്മദിനത്തില് നീയുണ്ടല്ലോ. ഏതായാലും നീ അമ്പലത്തിൽ പോയി അവൾക്ക് വേണ്ടി അർച്ചന ചെയ്തു വാ. അവൾക്കും അത് സന്തോഷായിരിക്കും. അയ്യോ മേമ, എനിക്കിതൊന്നും അറിയില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലോ? അതിന് നീയാണോ പൂജകൾ ചെയ്യാൻ പോകുന്നത്? അവിടെ ആളുണ്ടാവും, അവരുടെ കൈ കൊടുക്ക്. അവര് വേണ്ട പോലെ ചെയ്തോളൂ. പിടിക്ക്. അത് മേമ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താ ഓഫീസിലെ കാര്യങ്ങളെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അശോക് അല്ലേ? അവൻ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ഞാൻ അവനൊന്ന് വിളിക്കട്ടെ മേമ. ഏയ്, ഇപ്പൊ അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. നീ ഇത് പിടിച്ചേ. താങ്ങ മേമ, പിടിക്കേ. ആദ്യം നീ അമ്പലത്തിൽ പോയിട്ട് വാ. അശോക് ഈസ് കേപ്പബിൾ. നീ വേഗം പോയിട്ട് വാ, കേട്ടല്ലോ? ഓക്കെ മേമ. നീ ഇന്ന് തിരിച്ചു വരുന്നവരെ ഓഫീസിൽ നിന്ന് ഇന്ന് നോ കോൾ, നോ മെസ്സേജസ്, നോ മെയിൽ. ഓക്കെ? ഇന്ന് ഫോൺ എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ശരി മേമ, ബൈ. ജീവിച്ചിരുന്നപ്പോ നിന്റെ അമ്മയുടെ പേര് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. പാവം. ചത്തപ്പോ അവളുടെ പേര് എങ്ങനെ വേണോ അപ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കും. മിസ്റ്റർ റാം, ഓഫീസിൽ ഇന്ന് എന്താ നടക്കാന്ന്
ഒരു കാരണവശാലും നീ അറിയാൻ പോകുന്നില്ല. സിഹി വാ. സീതമ്മ, നിന്നോട് ഞാൻ രാത്രി എന്തോ പറഞ്ഞതല്ലേ? വാ വന്ന് ഇഞ്ചക്ഷൻ എടുത്തോ. ഞാൻ കരയണതിന് മുമ്പ് എന്റെ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ. എന്താ? ഞാൻ നിന്നോട് രാത്രി സംസാരിച്ചിരുന്നു. ഇല്ലല്ലോ. ഇല്ല, ഞാൻ രാത്രി എന്തോ പറഞ്ഞിരുന്നു. എനിക്ക് കുറച്ച് ഓർമ്മയുണ്ട്. എന്താ പറഞ്ഞെന്ന് പറ. നിക്ക്, വരാം. കള്ളിയാ സീതമ്മ, നീ എന്റെ ഡയറിയിൽ നോക്കിയല്ലേ? ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പിക്നിക്കിന് കൊണ്ടുപോകുന്ന കാര്യം നിനക്ക് അറിയില്ലേ? മനസ്സിലായി. ഞാൻ പിക്നിക്കിന് പോണതിന് നിനക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ? എന്താ സീതമ്മ? നീ എങ്ങോട്ടും പോകുന്നില്ല. അവിടെ എത്ര പേര് നോക്കാനുണ്ടായാലും നിന്നെ പിടിച്ചാ കിട്ടില്ല. ഇപ്പൊ തൽക്കാലം വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആദ്യം നീ ഒന്ന് സ്കൂളിൽ പോയിട്ട് വന്നാ മതി. എന്തിനാ സീതമ്മ ഇങ്ങനെ ചെയ്യുന്നേ? സിഹി, വാശി പിടിക്കണ്ട. എന്നെ പിക്നിക്കിന് വിടാതിരിക്കാൻ എന്താ കാരണം എന്ന് പറ. അങ്ങനെ ചോദിച്ചാ എനിക്ക് നിന്നെ വിടാൻ ഇഷ്ടമല്ല. നീ പോവണ്ട, അത്രേ ഉള്ളൂ. ഇന്നലെയല്ലേ ചുറ്റിക്കറങ്ങി വന്നത്. പോയേ നീ. പ്ലീസ് സീതമ്മ, എനിക്ക് പിക്നിക്കിന് പോണം പ്ലീസ്. സിഹി, വാശി പിടിക്കരുത്. ഞാൻ പറയുന്നത് കേക്ക്, അല്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരൂട്ടോ. ഗുഡ് മോർണിംഗ് സീത മോളെ. ഗുഡ് മോർണിംഗ്. നീ എന്റെ ഫോൺ പോലും ചെയ്യാതെ രാവിലെ വന്നേ. സർപ്രൈസ് ആയിട്ട് പാർട്ടി ചോദിക്കാൻ വന്നതാ. പാർട്ടിയോ? ആ, നിനക്കിന്ന് പൈസ കിട്ടാൻ പോവല്ലേ? ഞാൻ എന്താ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാവില്ല. ശരിക്കും എന്താന്ന് എനിക്കും അറിയില്ല. എന്തു സ്വഭാവം എന്റെ. ഐ ആം സോ സോറി മോളെ. നീ എന്തിനാ സോറി പറയുന്നേ? എന്താണെന്ന് വെച്ചാ ഞാൻ വേറെ ആരും ഇല്ലാത്തവളല്ലേ. പ്രിയ? എന്ത് പ്രിയാന്ന്? ഇങ്ങനൊരു ഫ്രണ്ട് ഉള്ള കാര്യം എപ്പോഴെങ്കിലുമൊക്കെ നിനക്കെങ്കിലും ഒന്ന് ഓർത്തൂടായിരുന്നോ? നീയാണെങ്കി എന്നോട് ഒരു കാര്യങ്ങളും പറയാറില്ല. പക്ഷെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിന്റെ അക്കൗണ്ടിലേക്ക് വരേണ്ടിയിരുന്ന പൈസ ഏതോ ബൈ മിസ്റ്റേക്ക് എന്റെ അക്കൗണ്ടിലേക്കാ വന്നത്. അതെന്നോട് എങ്ങനെയാ പറയണ്ടേന്നറിയാതെ ബോസും പിന്നെ ആ റാമും എന്തൊക്കെ സർക്കസുകളെ കാണിച്ചു കൂട്ടിയത്. ഞാൻ കാരണം അങ്ങനെയൊക്കെ. ഐ ആം സോ സോറി മോളെ. അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു സീത. എന്തായാലും ഞാനും ഒരു ഓർഡിനറി പെൺകുട്ടി തന്നെയല്ലേ. പൈസ കിട്ടിയപ്പോ തന്നെ എന്തൊക്കെ വാങ്ങണമെന്ന് ആദ്യം ആലോചിച്ചത്. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് തന്നെ അയ്യെന്ന് തോന്നുന്നു. മതി, നിർത്ത് നിന്റെ ഗിൽറ്റ് പുരാണം. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചുമ്മാരി. അല്ലേ, ഞാനും ഇപ്പൊ നിന്നെ പോലെ തന്നെയായി. ഭാഗ്യം. ഇപ്പൊ നിനക്ക് ആ പൈസ വന്നാ നിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവില്ലേ? പിന്നെ ഈ വീടും പോകില്ലല്ലോ. എന്തായാലും എല്ലാം ശരിയായല്ലോ. അപ്പൊ നിന്റെ റാമിന്, ഐ മീൻ ലോഡ് റാമിന് താങ്ക്സ് പറഞ്ഞിട്ട് വണ്ടി കയറി പോവാ. അല്ല, നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? വേറെ ആരാ? നമ്മുടെ റാമ തന്നെ. ഹാ? ലോഡ് റാം അല്ല, നമ്മുടെ ന്യൂ അഡ്മിഷൻ റാമില്ലേ. പ്രിയ, ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നീ ആ പൈസ റിട്ടേൺ ചെയ്തിരുന്നോ? അതിന് ഞാൻ എന്തിനാ തെറ്റിദ്ധരിക്കുന്നേ? അല്ല, ഇന്ന് തന്നെ എനിക്ക് പൈസ കിട്ടുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അതാ. ഡോൺ വെറി, ഞാൻ ഓൾറെഡി ക്യാഷ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി വരണ്ട താമസം. ആക്ച്വലി റാമിനോടാ താങ്ക്സ് പറയേണ്ടത്. അവനാണ് ബോസിനോട് സംസാരിച്ച് ഇത്രയും റെക്കമെൻഡ് ചെയ്ത്. താങ്ക്സ് ഒന്നും പറയണ്ട മോളെ. അതെന്താ? അതായത് ഇപ്പൊ പറയണ്ട, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഒരുമിച്ച് പറയാം.
ഏയ് എടി ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ പാർട്ടി ഉണ്ട് കേട്ടോ, മിസ് ചെയ്യണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഓക്കെ. സിഹിമോളെ, സ്കൂളിൽ പോകണ്ടേ? നമുക്ക് ഇറങ്ങിയാലോ? എന്താ, എന്തു പറ്റി മോളെ? മുത്തശ്ശ, സ്കൂളില് നിങ്ങൾ പറയോ എന്ത് കാര്യം? പിക്നിക്കിന് വരാൻ കഴിയില്ലെന്ന്? എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോകുന്നുണ്ട്. എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയില്ല. പാവം കുട്ടി സ്കൂളിൽ പോയി എന്താ പറയണ്ടേന്ന് വിചാരിച്ചിരിക്കുക. നിങ്ങൾ ആ പൈസ എങ്ങനെയെങ്കിലും ഒന്ന് അടയ്ക്കാൻ നോക്ക. സീത സമ്മതിക്കുവോ? സീതയ്ക്ക് വീട്ടില് കാര്യങ്ങളില്ലേ, അതുമല്ല അവളുടെ പൈസയുമില്ല. നല്ല ഐഡിയ. സിഹിമോളെ, ഞാൻ നിനക്ക് ഒരു സാധനം തരാൻ ആഗ്രഹിക്കുക. എന്താ? നോക്ക് നോക്ക് ചെയ്യ്. നോക്ക് നോക്ക്. ആരാ? സിഹി. കോഡ് വേർഡ് പറയൂ. ABCD. മുത്തശ്ശന്റെ താടി. ഏയ്, ടാൻ ടാൻ. എന്താ ഇത്? ഇതേ എന്റെ വക ചെറിയൊരു പാരിതോഷികം. പാരിതോഷോ എന്നുവെച്ചാലേ ഗിഫ്റ്റ്. ഗിഫ്റ്റോ? ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ല മുത്തശ്ശ. ഇന്ന് നിന്റെ ബർത്ത്ഡേ ഒന്നും അല്ല, പക്ഷേ നീയേ എനിക്കും നിന്റെ മുത്തശ്ശിക്കും ഒക്കെ ഹെൽപ്പൊക്കെ ചെയ്യാറില്ലേ? പിന്നെ നിന്റെ മുത്തശ്ശിക്ക് തലവേദന വരുമ്പോ അമൃതാഞ്ജനൊക്കെ പുരട്ടാറില്ലേ? അതിന്റെ സന്തോഷത്തിനൊക്കെയുള്ള ഗിഫ്റ്റ്. വാങ്ങുമോളെ, ഇതുകൊണ്ട് നിനക്ക് പിക്നിക്കിന് പോകാൻ പറ്റും. മുത്തശ്ശ, എനിക്ക് ഈ പണം വേണ്ട. അതെന്താ മോളെ? ഞാൻ പൈസയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തതല്ല. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വളരെ വളരെ ഇഷ്ടാ. ഇതെനിക്ക് വേണ്ടി നിങ്ങൾ തന്നെ വെച്ചോ. താങ്ക് യു മുത്തശ്ശി. മുത്തശ്ശ, സ്കൂളിലേക്ക് പോയാലോ? ലേറ്റ് ആയി. പോവാൻ പോ. ചത്തവരുടെ ജന്മദിനാഘോഷം ഓഫീസിലല്ലേ, ഇനി ആഘോഷം. ഭാർഗു, എന്തെങ്കിലും പറഞ്ഞോ? ഇവൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നീ എന്നെ ഒന്നും പറയില്ലെന്ന് എനിക്കറിയാം ഭാർഗു. നിങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചേ ഉള്ളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ലൈറ്റായിട്ടൊരു എക്കിള് വന്നത്. ഭാർഗു, നിനക്കൊരു കാര്യം അറിയോ? എല്ലാവരുടെയും മുടിയെ പിടിച്ച് കറക്കുന്ന നിന്റെ മുടിയെ പിടിക്കാൻ രാധയ്ക്ക് മാത്രമേ പറ്റൂ. രാധ, രാധ ഫ്രീ ഹിറ്റാണല്ലോ ദൈവമേ. ഇനി ബൗണ്ടറി അടിച്ച് പറപ്പിക്കോ ആവോ? മര്യാദക്ക് നിന്റെ കമന്ററി നിർത്തി റെഡിയാവോ? അയ്യോ, ടോസ് പോലും ഇട്ടില്ലല്ലോ. അപ്പോഴേക്കും നിങ്ങൾ ക്യാൻസലായോ? എന്താ ഭാർഗു, വെതർ ശരിയല്ലേ? ഇന്നത്തെ വെതറ് ഭാർഗവിക്കാ ചേരുന്നത്. ഓഫീസിലേക്ക് നീയും എന്റെ കൂടെ വരുന്നുണ്ട്. റെഡി ആയിക്കോ. ഞാൻ നിന്റെ കൂടെ ഓഫീസിലേക്കോ? ഇതെന്തിനുള്ള പണിഷ്മെന്റാ?
വിശ്വ, നീ പോയി കാറ് റെഡിയാക്ക്, ഞാൻ വരാം. അല്ല ഭാർഗു, നീ എന്തായാലും പോകുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ? ഒരു കാര്യം അറിയോ? ആകാശത്ത് പട്ടം പാറി പറക്കുന്നത് കണ്ടിട്ടില്ലേ നീ? അത് എത്ര ദൂരത്തേക്ക് പോയാലും ഒരു നൂലും പിടിച്ചിങ്ങനെ നിൽക്കുമല്ലേ. അയാൾ വലിക്കും അത് താഴേക്ക് വന്നില്ലെങ്കിൽ പോവേണ്ടി വരും പട്ടത്തിന്. കാര്യം മനസ്സിലായി. മാച്ച് ഫിക്സ് ആയിട്ടുണ്ട്. ഞങ്ങൾ മൗന പ്രേക്ഷകരായിട്ട് മിണ്ടാതിരിക്കണം. അങ്ങനെ ആവട്ടെ. ഐ എം വെയിറ്റിംഗ്.